എൻ്റെ പേര് രാജീവ് ജോൺസൺ. ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഞാൻ 2007 മുതൽ UK-ലാണ് ജോലി ചെയ്യുന്നത്. ഞാനും വൈഫും 3 പിള്ളേരുണ്ട്. അപ്പം ഞാനും 2 പിള്ളേർ വന്നിട്ടുള്ളൂ. 2 പേരും അവിടെയാണ്. അപ്പം ഞാൻ 2007 UK-ൽ ചെന്നതിന് ശേഷം ഞാൻ വളരെ കാഷ്വലായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. നമ്മൾ ദൈവത്തിൻ്റെ അടുത്തോ പള്ളിയിൽ പോവുകയോ കുർബാനയ്ക്ക് പോവുകയോ കുമ്പസാരത്തിന് പോവുകയോ അങ്ങനെയൊന്നുമില്ല. വിശുദ്ധ ദിവസങ്ങളിൽ പോലും ദുഃഖ വെള്ളിയാഴ്ചയായാലും ഈസ്റ്റർ ആയാലും ഞാൻ അതിനെപ്പറ്റി ഒന്നും ബോധേഡായിരുന്നില്ല. അതിന് 2020 കാലഘട്ടങ്ങളിൽ വലിയൊരു പ്രശ്നം എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ആ പ്രശ്നം വന്ന സമയത്ത് ഞാൻ സഹായത്തിനായിട്ട് പല ആൾക്കാരുടെ അടുത്തേക്ക് എത്തി. പക്ഷേ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെയും തിരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഇവിടുത്തെ അടുത്തേക്ക് വരുന്നത്, പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും വരുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ ഞാനൊരു കൃപാസനത്തിൻ്റെ ഒരു റീല് കാണാനിടയാവുകയും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. പക്ഷേ വിശ്വാസമില്ലായതുകൊണ്ട് തന്നെ ഓൺലൈൻ ഉടമ്പടി ഞാൻ എപ്പോഴാണത് ബ്രേക്കായി പോയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ആ പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മാസത്തിന് ശേഷം ഞാൻ കൃപാസനത്തിൽ ഇന്ത്യയിൽ വന്നപ്പോൾ കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി എനിക്ക് നേരാവണ്ണം പാലിക്കാൻ സാധിച്ചില്ല. ആ ഉടമ്പടി പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് എന്താണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളല്ല, ഞാൻ തന്നെയാണ് ശരിക്കും ഉള്ള ഒരു പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും കിട്ടിയ സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയാതിരിക്കുകയും ചെയ്താണ് എൻ്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 3/5/2025 ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരികയും അന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ ഇവിടെ നിന്ന് ഒരു ബൈബിൾ മേടിച്ചു. 500 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. 500 രൂപയ്ക്ക് ഞാൻ മേടിച്ച ബൈബിളാണിത്. അന്നത്തെ ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വളരെ കൃത്യമായി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അങ്ങനെ 30 മിനിറ്റ് ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്തു. അവിടെ നിന്ന് അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളൊന്നും ഞാൻ ഉടമ്പടി പേപ്പറിൽ എഴുതിയിരുന്നില്ല. ഞാൻ അതിനു മുമ്പൊക്കെ 6 നിയോഗങ്ങളും എൻ്റെ പ്രശ്നങ്ങളെ പറ്റി എല്ലാം എഴുതിയിരുന്നു. അന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പത്രികയിൽ എഴുതിയിരുന്നത്, ദൈവമേ എനിക്കൊരു മാറ്റം വരണം, പരിശുദ്ധാത്മാവിലാൽ എന്നെ നിറയ്ക്കണം എന്നുള്ളതാണ് ഞാൻ 6 നിയോഗങ്ങളിലും എഴുതിയത്. അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് കാണാൻ തുടങ്ങി. ബൈബിളിലൂടെ പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോയി തുടങ്ങി. സാധാരണ ഞാൻ വിശുദ്ധ കുർബാന കാണുമ്പോൾ എനിക്ക് അതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് വീട്ടിൽ പോകണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാന എന്താണെന്നും അത് എന്തിനാണെന്നും എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഞാൻ ഇത്രയും കാലം ഞാൻ വിശുദ്ധ കുർബാന കാണാതിരുന്നതിൻ്റെ ഒരു സാക്രിഫൈസ് എന്ന രീതിയിൽ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഇനി എല്ലാ തവണയും ഞാൻ ഡെയിലി വിശുദ്ധ കുർബാന കാണാൻ ശ്രമിക്കും. കാണുമ്പോൾ ഞാൻ ആ വിശുദ്ധ കുർബാന മുട്ടമേൽ നിന്നേ കാണൂ. അങ്ങനെ ഇന്ന് വരെ 2025 തൊട്ട് 2026 വരെ എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ വിശുദ്ധ കുർബാന മുഴുവൻ വിശുദ്ധ കുർബാന ഞാൻ മുട്ടമേൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും മാറിയില്ല. അതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ജാനുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും കഴിഞ്ഞ വർഷം മൊത്തം ഞങ്ങൾ ഉടമ്പടി തൈലം എല്ലാവരും നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ജാനുവരിയിൽ ഉടമ്പടി തൈലത്തിൻ്റെ ബോട്ടിൽ കംപ്ലീറ്റ് എംപ്റ്റി ആയിരുന്നു, കംപ്ലീറ്റ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാനത് ഇനിയത്തെ പുതുക്കലിന് വരുമ്പോൾ എൻ്റെ കയ്യിൽ വേറെ, ഞാൻ UK-യിൽ അച്ഛനൊരു ധ്യാനത്തിന് വന്നപ്പോൾ ഞാനൊരു പങ്കെടുത്തപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു ബോട്ടിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇറക്കിയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ പിറ്റേ ദിവസം കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ആ ഉടമ്പടി തൈലത്തിൻ്റെ ബോട്ടിൽ ഒരു കാൽഭാഗം നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഓർമ്മപ്പെശകാണെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ വൈഫ് പറഞ്ഞു, അല്ല ഇത് ഓർമ്മപ്പെശകല്ല, ഇത് നിറഞ്ഞിരുന്നതാണ്. അങ്ങനെ അതിൻ്റെ നിറം നോക്കുമ്പോൾ അത് നമ്മൾ സാധാരണ ഉടമ്പടി തൈലം കാണുമ്പോൾ നമ്മളതൊരു ബ്രൗൺ കളറായിട്ടാണ് കാണുന്നത്, ചെറിയൊരു ബ്രൗൺ കളറാണ്. പക്ഷേ ഇതിന് ഒരു കണ്ണീരിൻ്റെ കളറാണ്. ഞാനതിന് പേരിട്ടിരിക്കുന്നത് മാതാവിൻ്റെ കണ്ണീരെന്നാണ് ഞാനതിന് പറയുന്നത്. ജാനുവരി തൊട്ട് ഞങ്ങളിപ്പോൾ ഇന്ന ദിവസം വരെ എല്ലാ ദിവസവും ഞങ്ങൾ ആ ബോട്ടിൽ നിന്ന് തൈലം എടുക്കും. ഞങ്ങൾ 5 പേരെ നെറ്റിയിലും തൊടും. ആ ഒരു അത്ഭുതത്തെപ്പറ്റി ഞാൻ അവിടെ UK-യിലുള്ള എല്ലാവരോടും പറഞ്ഞു. 3-4 പേര് വീട്ടിൽ വന്നു. അവരും ആ തൈലത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവരുടെ കുപ്പിയിൽ കുറച്ചാക്കി കൊണ്ടുപോകും, അവരെ നെറ്റിയിൽ തൊടും. പക്ഷേ ഇന്നേ വരെ ആ ബോട്ടിലിൽ നിന്ന് ഒരു തുള്ളി തൈലം കുറഞ്ഞിട്ടില്ല.
അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്, അത് എന്നും അവിടെ തന്നെ ഉണ്ടാവും. അതിനുള്ള കാരണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി ധ്യാനം കാണുമ്പോഴും ഉടമ്പടി ഡെയിലി ബ്രെഡ് കാണുമ്പോഴും നിയോഗങ്ങളുടെ സമയം വരുമ്പോൾ ഞാൻ പറയും, മാതാവേ എല്ലാവരും അടയാളങ്ങൾ കാണുന്നു എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ചിലവർ മഴവില്ല് കാണുന്നു, ചിലവർ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് അതൊരു ഒരു ഒരു നേരം ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോകുന്നൊരു അടയാളമല്ലാതെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു അടയാളം എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു ആ ഉടമ്പടി തൈലത്തിൻ്റെ കുപ്പിയിലൂടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എനിക്ക് രേഖപ്പെടുത്താനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ അതിന് പുറമെ എനിക്ക് ഒരു ചെറിയൊരു ബ്ലെസ്സിങ് കൂടെ മാതാവ് തന്നിട്ടുണ്ട്. എൻ്റെ ദുബായിലെ ഒരു വിസ, ഒരു 10 വർഷത്തെ വിസയുടെ ഒരു പേപ്പർ ഒരു 3 മാസമായിട്ട് ബ്ലോക്കായി കിടക്കുകയായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഞാൻ നിയോഗങ്ങൾ വെക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരു ദിവസം അച്ഛൻ്റെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിസയുടെ കാര്യം ഒന്ന് ഓർത്തു, ഇത് ശരിയാവുന്നില്ലല്ലോ എന്ന് ഓർത്തുമ്പോൾ ആ നിമിഷം തന്നെ ആ ധ്യാനത്തിൻ്റെ ആ മാതാവിൻ്റെ പ്രത്യക്ഷണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ നിയോഗം പറയുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അതൊന്ന് ഓർത്തത്. ആ ഓർത്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റിനുള്ളിൽ എനിക്ക് ദുബായിൽ നിന്നൊരു കോൾ വരികയാണ്. ആ കോൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, നിങ്ങളുടെ പേപ്പർ ത്രൂ ആയിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ആ ഓൺലൈനകത്ത് കയറി അതൊന്ന് സൈൻ ചെയ്ത് വിടണം, അതിനുശേഷം നിങ്ങളുടെ വിസയുടെ പ്രോസസ്സിങ് ശരിയാവുന്നുള്ളൊരു ഇതെനിക്ക് വരികയാണ്. അതാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു നിയോഗം. പക്ഷേ അത് ഞാൻ നിയോഗമായിട്ടൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പണ്ട് പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അതുപോലെ തന്നെയുണ്ട്, അത് അങ്ങനെ പോകുന്നില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ആ പ്രശ്നങ്ങളെല്ലാം വന്നത് എനിക്കിങ്ങനൊരു മാറ്റം വരുവാനും എനിക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഞാനിതെൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവരെ ദൈവം തലയിലൊരു വടിയെടുത്ത് അടിക്കും. അപ്പോൾ വടിയെടുത്ത് അടിക്കുമ്പോൾ ആ വടി കൊണ്ട് തിരിച്ചു വരും, ദൈവത്തിലോട് തിരിച്ചു വരും എന്നറിയാവുന്നവരെ മാത്രമേ ദൈവം അടിക്കുള്ളൂ, അല്ലാത്തവരെ അടി കൊണ്ട് ആ വഴി പോവും എന്നാണ് എൻ്റെ ഭാര്യയോട് പറഞ്ഞത്. അങ്ങനെ തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ UK എത്തിക്കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഉടമ്പടി ഞാൻ ഫുള്ള് ഉഴപ്പായിരുന്നു, ഞാൻ ഒന്നും ചെയ്തിരുന്നു, ഉടമ്പടി എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴും ഏകദേശം ഒരു 80 തൊട്ട് 100 കൃപാസനം പത്രം ഇംഗ്ലീഷിൽ അവിടെ പ്രിൻ്റ് എടുത്ത് അവിടെയുള്ള ആളുകൾക്കും അവിടെയുള്ള പള്ളികളിലും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ആളുകളിലേക്ക് പത്രം എത്തിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്രം പ്രിൻ്റ് എടുത്ത് മടക്കി അതിനകത്ത് ഞാൻ തന്നെ ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാതാവിൻ്റെ പത്രത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊന്നുമില്ല, അപ്പോൾ ഞാൻ തന്നെ പ്രാർത്ഥനയും അതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, കുറച്ച് പ്രൊസീജിയറൊക്കെ വെച്ചിട്ടൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്ത് ഞാൻ നടന്ന് എല്ലാ വീടുകളിലും പോസ്റ്റ് ബോക്സിൽ ചെന്ന് അത് പോസ്റ്റ് ചെയ്യും. ഉള്ള വീടുകളിൽ ബെല്ലടിച്ച ആളുണ്ടെങ്കിൽ നേരിട്ട് കൊടുക്കും, എല്ലായിടത്തോടത്ത് പോസ്റ്റ് ചെയ്യും. പിന്നെ ഭക്ഷണം ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഫുഡ് ബാങ്കുകളിലാണ് ഡൊണേറ്റ് ചെയ്യാറ്, കാരണം നേരിട്ട് നമുക്ക് കൊടുക്കാനൊരു ഓപ്ഷനില്ല. പിന്നെ വേറെ ഒരു കാരുണ്യ പ്രവൃത്തി എന്ന രീതിയിൽ എനിക്ക് ദൈവം തോന്നിച്ചാണ്. ഞാനിവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ പള്ളി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്ലീൻ ചെയ്യാൻ ആളില്ലാതെ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരെ സർവീസിലായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഒരു ക്ലീനിങ് ടീമിനെ കണ്ടുമുട്ടുകയും എല്ലാ ശനിയാഴ്ചകളിലും ഞാനും അവരും കൂടെ പള്ളി ക്ലീൻ ചെയ്യുകയും തുടച്ച് വൃത്തിയാക്കുകയും അങ്ങനെ ഒരു ക്ലീനിങ് ടീം രൂപപ്പെടുത്തിയെടുത്തുകയും അത് ഇന്ന് നാളെ വരെ തുടർന്നു വരുന്നു. പിന്നെ അച്ഛന്മാരുടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. രോഗികളെ കാണാൻ പോകുമ്പോഴൊക്കെ നമ്മളെ രോഗികളുടെ അടുത്തേക്ക് കയറ്റില്ല, അവർ ഹൈജീൻ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കയറ്റില്ല. അപ്പോൾ ഞാൻ അച്ഛന്മാർ ചിലപ്പോൾ നടന്നൊക്കെയാണ് പോവാറ്. അപ്പോൾ ഞാൻ സമയം കണ്ടെത്തി അച്ഛന്മാരുടെ അടുത്ത് ചെല്ലുകയും അച്ഛന്മാരെ വണ്ടി കൊണ്ടുപോയി ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റാത്ത അവരെ അടുത്ത് കൊണ്ടുപോവുകയും അവരെ തിരിച്ചു കൊണ്ടുവരികയും അങ്ങനത്തെയുള്ള കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തു. അങ്ങനെ ഈശോ എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നു. അവിടുത്തെ വികാരി അച്ഛൻ എന്നെ അവിടുത്തെ ഒരു പാരിഷ് കൗൺസിലിൽ ഒരു മെമ്പറാക്കി എടുക്കുകയും എൻ്റെ ഒരു വൈസ് സെക്രട്ടറിയാക്കി നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പള്ളി കാര്യങ്ങളിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും പള്ളിയിലേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് മാറ്റം വരാനുള്ള കാരണം, ഒരുപക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും മാറ്റം വരില്ലായിരുന്നു. ഒരിക്കലും ഉടമ്പടി ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ബൈബിൾ വായിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കൊരു മാറ്റം വരില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഉടമ്പടിയിലൂടെ നിലനിൽക്കും എന്നുള്ളൊരു പ്രോമിസ് മാത്രമേ എനിക്ക് മാതാവിനോട് ഈശോയും തരാനുള്ളൂ. പിന്നെ എന്ത് പ്രശ്നം വന്നാലും
ഞാനതിനിപ്പോൾ അതെന്നെ ബോധർ ചെയ്യുന്നില്ല. കാരണം ഈശോയുടെയും മാതാവും എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം എനിക്ക് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടി. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷി. ഞാൻ നിറഞ്ഞു എന്ന് പറയുന്ന തൈലം ഇതാണ്. അപ്പോൾ ആ കുപ്പിയുടെ ഫോട്ടോ ആണിത്. അതിൻ്റെ കളറ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് ഒരു സാധാരണ കളറല്ല. അതിനെ ഞാൻ മാതാവിൻ്റെ കണ്ണീരെന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. രാജീവ് ജോൺസൺ എന്ന ഈ സഹോദരൻ ഉടമ്പടിയിൽ ഒരു യു-ടേൺ ഉണ്ടായതിനെക്കുറിച്ചാണ് ഈ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. വചന വായനയിലൂടെ ക്രിസ്തു ഇന്നും എൻ്റെ ജീവിതത്തിൽ സജീവമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. താൻ അയോഗ്യനാണ്, തനിക്ക് യാതൊരു യോഗ്യതകളുമില്ലാതെ തന്നെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുന്നു. പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള നിയോഗങ്ങൾ. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടിക്കാലത്ത് ദൈവത്തിൻ്റെ വിജ്ഞാന ചോർച്ച ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകാശം തീയിൽ നശിക്കുമെന്നും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുമെന്നും പത്രോസ്ലീഹ പറയുമ്പോൾ ഒരു മുക്കുവനെ എങ്ങനെ ആറ്റോമിക് ഡിഫ്യൂഷനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നത് വളരെ ആശ്ചര്യജനകമാണ്. ഉടമ്പടി യാചനാ പ്രാർത്ഥനയായിട്ട് കൺവേർട്ട് ചെയ്യരുതെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൃപയ്ക്ക് വേണ്ടി, പിന്നെ കൃപയിൽ വളരാൻ വേണ്ടി നിയോഗം എഴുതുന്നവരാണ് സുവിശേഷ വേലയിൽ വളർച്ചയുണ്ടാകുവാനും പരിശുദ്ധാത്മാവ് നിറയുവാനും വചനത്തിൽ ആഴപ്പെടുവാനൊക്കെ ഉടമ്പടി പുതുക്കുമ്പോൾ ഇന്ന് ഭൗതിക ആവശ്യങ്ങൾ കുറഞ്ഞ് ദൈവിക ശക്തിക്കും ആത്മീയ വിശുദ്ധിക്കും വേണ്ടി നിയോഗങ്ങൾ എഴുതുന്നത്. ഇങ്ങനെ ഒരു വേഴാമ്പലിനെ പോലെ ജീവിതസഖ്യെ വിട്ടുപിരിയാതെ ജീവിക്കാനുള്ള കൃപ ഉടമ്പടിയിലൂടെ നേടിയെടുക്കാൻ വളരെയധികം പേർക്ക് ഇന്ന് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ സാധിക്കുന്നുണ്ട്. എപ്പോഴൊക്കെയാണോ നാം ദാഹിച്ച് പ്രാർത്ഥിക്കുന്നത്, എന്നിൽ പരിശുദ്ധാത്മാവ് നിറയണമേ എന്നുള്ള ഒരു നിയോഗം നമുക്കുണ്ടായാൽ തന്നെ ബാക്കിയെല്ലാം ഈശോ പറയുന്നത് പോലെ നീ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടും. പിന്നീട് വരുന്ന നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ നമ്മെ അലട്ടാത്തതിൻ്റെ കാരണം ഈശോ ആണ് നമ്മെ കൊണ്ടു നടക്കുന്നത്. ഈശോ ആണ് എൻ്റെ നാഥനെന്ന് നാം ഏറ്റുപറയുമ്പോഴുള്ള നമ്മുടെ നിശ്ചയദാർഢ്യമാണ് ഓരോ ഉടമ്പടി ജീവിതങ്ങളും നമുക്ക് സാക്ഷ്യമായി ഏറ്റുപറയാനും കേൾക്കാനും സാധിക്കുന്നത്. രാജീവ് ജോൺസൺ പറഞ്ഞതുപോലെ ജനുവരി മുതൽ അദ്ദേഹം യൂസ് ചെയ്തു തുടങ്ങിയ ഒരു തൈലത്തിൻ്റെ കുപ്പിയുടെ ഫോട്ടോ നമുക്ക് കാണിക്കുകയുണ്ടായി. അദ്ദേഹം ഏറ്റുപറയുകയായിരുന്നു, പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ആർക്കെല്ലാം വേണ്ടിയോ അത് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ ഇന്നും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ആ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായും ഈശോ ഇടപെടുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ദുബായിലേക്കുള്ള ഒരു വിസ റിന്യൂവൽ പേപ്പർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പേപ്പർ ബ്ലോക്കായി കിടന്ന സമയത്ത് അദ്ദേഹം ഇവിടുത്തെ കൃപാസനം ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് ഉടനെ ദുബായിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കോൾ വന്ന് ആ പേപ്പർ പ്രൊസീജിയർ മുന്നോട്ട് നീങ്ങിയതായി അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ഏതൊരു ചെറുതും വലുതുമായ പ്രതിസന്ധികളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോ വളരെ പെട്ടെന്ന് ഗ്രീൻ സിഗ്നലിട്ട് സൈനിട്ട് നമുക്ക് നൽകുന്നതായും നമ്മുടെ ജീവിതത്തിൽ ഞൊടിയിടയിൽ ഈശോ പ്രവർത്തിക്കുന്നതായും ഈശോ നമ്മോട് കൂടെ പ്രവർത്തിക്കുന്നതായും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടിയെന്ന് ഇന്ന് രാജീവ് ജോൺസന് പറയാൻ സാധിക്കുന്നത് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ്. വചനത്തിലൂടെ ആഴപ്പെടാൻ സാധിച്ച ഈ വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.